അമിതമായ ആത്മാർത്ഥത അതൊരു വലിയ പ്രശ്നമാണ്. അതാർക്കാണ് അത്ര വലിയ ആത്മാർത്ഥതയുള്ളത് അവർക്ക് ചില പ്രശ്നങ്ങളുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. വേറൊന്നുമല്ല, നമ്മളിപ്പം ജോലി ചെയ്യുന്ന സ്ഥാപനമായാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരോടായാലും സ്വന്തക്കാരോടായാലും ആരോടായാലും ചിലർക്ക് ഭയങ്കര ആത്മാർത്ഥതയാണ്. എളുപ്പം പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യുന്ന ജോലിയോട് ഭയങ്കര ആത്മാർത്ഥത കാണും. അപ്പം ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനത്തിലെ എല്ലാ കാര്യങ്ങളും ഇടപെടും. എന്ന് വെച്ചാൽ ഇപ്പം മറ്റ് സ്റ്റാഫുകളുണ്ടെങ്കിൽ അവർ വരുന്നതും അവരുടെ ജോലി ചെയ്യുന്നുണ്ടോ കറക്റ്റായിട്ട്, അങ്ങനെയൊക്കെ തുടങ്ങി ആ സ്ഥാപനത്തിനെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്ന അത്ര ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരുപക്ഷെ മറ്റ് സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഒരുപക്ഷെ നല്ലൊരു കാര്യം എന്ന രീതിയിൽ ചിന്തിക്കുന്നത് മറ്റൊരാൾക്ക് അത് അങ്ങനെ ആവണമെന്നില്ല ആ ഒരു തോന്നൽ. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ജോലിക്കാരുള്ളത്. അപ്പം നമ്മളല്ലാതെ ഒരുപാട് ജോലിക്കാർ വേറെ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുന്ന സമയത്ത് എല്ലാവരും വരുന്നുണ്ടോ നോക്കുന്നു, കറക്റ്റായിട്ട് ജോലി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം സെയിൽസിലൊക്കെ നിൽക്കുന്ന അവരൊക്കെ എല്ലാവരും വരുമ്പോൾ നല്ല രീതിയിൽ പെരുമാറുന്നു, ഇങ്ങനെയൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു കഴിയുമ്പം മറ്റ് ജോലിക്ക് വരുന്ന മറ്റുള്ളവർക്ക് എന്താണ് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരെന്താണ് നമ്മളെ പിന്നീട് ഒരു ശത്രുവായിട്ട് കാണും. ഇതിൽ അവൻ അല്ലെങ്കിൽ അവളാണ് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും MD എടുത്ത് അല്ലെങ്കിൽ മാനേജറുടെ അടുത്ത് അല്ലെങ്കിൽ മുതലാളിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവനാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ എപ്പോഴും വെറുതെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ പിന്നീട് അത് സംശയം പോലെ വളർന്നു വരും മറ്റുള്ളവരുടെ മനസ്സിൽ. അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഉള്ള ഒരു ഇത്. അപ്പം അത് ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെപ്പോഴും ആ ഒരു രീതി നമ്മൾ ആത്മാർത്ഥമായി ജോലി ചെയ്യും. നമ്മൾ നമ്മുടെ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുക എന്നുള്ളതാണ് പ്രാധാന്യമായിട്ട് കാണേണ്ടത്. നമ്മൾ കൃത്യസമയത്ത് വരുന്നുണ്ടോ, കൃത്യമായി ചെയ്യുന്നുണ്ടോ, നമ്മുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നതിൽ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആരുടെയും മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരില്ല. മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ ഇപ്പോൾ മാനേജറോ മറ്റ് ശകാരിക്കുമ്പോഴൊക്കെ നമ്മളവിടെ സേഫായിട്ട് നിൽക്കും. കാരണം നമ്മളുടെ ജോലി കറക്റ്റായിട്ട് ചെയ്തു എന്നുള്ളത് വരും അല്ലേ. അപ്പം നമ്മൾ എപ്പോഴും ആ ഒരു രീതിയിൽ ചിന്തിക്കുക, അതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാതെ ഇരിക്കുക. നമ്മളുടെ ജോലി ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യുക. നമ്മളിലൂടെ ഒരു വരുമാനം കിട്ടുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല രീതി. നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ശമ്പളമുണ്ട്, ആ ശമ്പളത്തിന് ആ രീതിയിൽ തന്നെ ജോലി ചെയ്യുക എന്നുള്ളതാണ്. ശരിയല്ലേ? ചിലയിടത്തൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും, ലാസ്റ്റ് നമ്മളെ ഒരു കറിവേപ്പില പോലെ എടുത്ത് കളയും. അങ്ങനെയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാം. നമ്മൾ ഒരു കറിവേപ്പിലയായി മാറരുത്. കറിവേപ്പിലയുടെ കാര്യം അറിയാമല്ലോ, സുഗന്ധത്തിനും ഗുണങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ കറിയിൽ ചേർക്കും. പക്ഷേ കറിയിലുള്ള മറ്റുള്ള സാധനങ്ങളെല്ലാം കഴിക്കും, പക്ഷേ കറിവേപ്പിലയെ മാത്രം എപ്പോഴും മാറ്റി വയ്ക്കും. പക്ഷേ ഈ കറിവേപ്പില ഇല്ലെങ്കിൽ ഈ കറിയുടെ ടേസ്റ്റ് അത്രയും എഫക്റ്റായിട്ട് നിൽക്കില്ല. പക്ഷേ സ്ഥാനം എപ്പോഴും കറിവേപ്പിലയ്ക്ക് വെളിയിലാണ് സ്ഥാനം ഇല്ലേ. വളരുന്നതും വെളിയിലല്ലേ, വീടിനകത്തല്ല വളരുന്നത്, വെളിയിലാണ് വളരുന്നത്. അതിൻ്റെ ഉപയോഗശേഷവും വെളിയിലാണ്, എടുത്ത് കഴിക്കുന്നില്ല അല്ലേ. അതാണ് അതിൻ്റെ ഉപയോഗം. അത്രയേ ഉള്ളൂ, കറിയിലിടുക എന്നുള്ളതുള്ളൂ. അത്രമാത്രമാണ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലായാലും നമ്മുടെ ജോലി സ്ഥലത്തായാലും നമ്മൾ ജോലി ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതോ തിരക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്ന രീതിയിലേക്ക്
പോകും പലപ്പോഴും. അത് നമുക്ക് ചിലപ്പോൾ നമ്മളത് അറിയുമ്പോൾ എന്താണ്, നമുക്ക് ഒരുപാട് സങ്കടം തോന്നും. നമ്മൾ ഇത്ര ആത്മാർത്ഥമായിട്ട് നിന്നിട്ട് നമുക്കിങ്ങനെ കേൾക്കേണ്ടി വന്നല്ലോ എന്നുള്ള രീതിയിലേക്ക് പോകും അല്ലേ. അപ്പോൾ ശരി, ഇതിനെക്കുറിച്ച് നന്നായിട്ട് എല്ലാവരും ആലോചിച്ചു.